ഇന്ന് രാവിലെയും സെയിം അവസ്ഥ. എഴുന്നേറ്റ് വരുമ്പോൾ മഴ. ഇതൊക്കെയൊക്കെയാണ് എഴുന്നേക്കാൻ മടിയായിരിക്കും മഴയത്ത്. മഴയുണ്ടോ? അവധിയല്ലേ? ഇന്നലെ ക്ലാസ് വെച്ചപ്പോ മഴ കൊണ്ട് കുട എടുത്തു. ബസ്സിന് മുള കൊണ്ടുണ്ടാക്കി. പാലത്തിന് കൈവരി ഉണ്ടോന്ന് അതിലേക്ക് കൂടെ പോകാൻ പേടിയാ, അല്ലെങ്കിൽ കേക്ക്. ഫോണ് എടുക്കാൻ മറന്നുപോയി. രാവിലെ മഴയാണ്, ചേട്ട മഴയേ ഉള്ളൂ. ഇപ്പം വലിയ ശക്തിയില്ല. പക്ഷെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു തോന്നുന്നു. പാറ്റിച്ചാലും പറയാം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇപ്പോഴും കണ്ടു. ഇത് ഏതൊക്കെയായാലും രണ്ടും കൽപ്പിച്ച അല്ല, വേറെ കാര്യമില്ല. ഇവന്മാർ കാണിച്ചത് കൊള്ളരായ്മയല്ലേ. മയക്കുമരുന്ന് മാങ്ങാത്തൊലി കൊണ്ടുവന്ന് വിറ്റ് മുതലാളി രണ്ടും പക്കം വെട്ടിപ്പിടിക്കുക. ദൈവം മടുത്തു വിട്ടുകൊടുത്താലും എല്ലാத்தைയും തീർന്നു കൊടുക്കുക. കണ്ടില്ലേ ഒരേറ്റം തൊട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ കിടന്നവർക്കെല്ലാം കാശ് കൊടുത്താ പിന്നെ ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ സമയത്ത് അവിടെ വാവാട ഇപ്പുറം അണ്ണാച്ചിക്ക് കൊടുത്തു. അണ്ണാച്ചിക്ക് പിന്നെ സ്ഥലം മേടിച്ചു. അങ്ങനെ ആരും പ്രശ്നത്തിന് വേണ്ടിയിരിക്കുന്നത്. ഇത് പിന്നെ എന്നാ എല്ലാവരും വലിക്കുന്നത്. ഈ ഇടിഞ്ഞു പൊടിയും പിന്നെയും പോയിട്ട് വീണ്ടും കിടക്കുക. സർക്കാരിന് കേൾക്കുകയില്ല. കാരണം കൈവിട്ട് പോയി, എല്ലാം കൊടുത്തുപോയി. തഹസിൽദാരെല്ലാം ഒപ്പിട്ട് മേടിച്ചതാ. അതുകൊണ്ട് സമാധാനമായി. റെയിൽവേ കുറിച്ച് കിടക്കുക ഇവിടെ വെള്ളം പൊങ്ങുന്നതിന് ആൾക്കാരൊക്കെ. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാക്കില്ല, ഒരുപാടൊന്നുമില്ല, പകുതി. അങ്ങോട്ടാ ഇല്ല, ഇപ്പൊ ഇവിടെ നിർത്തുന്ന. എവിടെയാ അതിലെ പോകേണ്ടത്. മറ്റേ അടിവാരം എല്ലാം പോയിരിക്കുകയാണ്. നമ്മുടെ കൊടുങ്ങാർ റോഡല്ല അപ്പടി പോയത്. അങ്ങോട്ട് റോഡില്ലല്ലോ അതില്. റോഡുണ്ട്, പക്ഷേ കഴിഞ്ഞിട്ട് മഴയാണ്. കൈപ്പള്ളി റോഡ് പിടിച്ചിരിക്കുക. കൈപ്പള്ളി റോഡിന് കുറേ എണ്ണം ഈ ഇടിയാൻ വേണ്ടി നിൽക്കുന്നു. ഇന്നലെ പോയിട്ട് അതിലേ വന്നത് മേടിച്ചു. രാത്രി ഇറങ്ങിയ മഴ.
അടുത്തുള്ള ദിവസം ഇവിടെ നിന്ന് വന്ന് വണ്ടിയൊക്കെ ഇറക്കിയാൽ വലിയ പാടാ. ഞാൻ പിള്ളേരാന്നറിയോ, കാല് കുത്താൻ പറ്റത്തില്ല. അവധിയായതുകൊണ്ട് കുഴപ്പമില്ല. പോയി പോയി ഇനി വേറെ ഈ കാണിക്കുന്നത്. ഇന്നത്തെ പണി കഴിഞ്ഞ് ചെറിയ മൂടലൊക്കെ ആയിരുന്നു. വെയിലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ മഴയില്ലായിരുന്നു. കുറച്ച് മണ്ണിപ്പണിയായിരുന്നു. മണ്ണിൽ ഉള്ള പരിപാടിയായിരുന്നുകൊണ്ട് ഇച്ചിരി മടുപ്പ് പണിയായിരുന്നു. കുഴികുത്ത്, കൈപ്പിടിയിൽ മൂടൽ ഒക്കെ ആയിരുന്നു. ഇവിടെ ഞാൻ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കാറ് വന്ന് നിർത്തി. എന്നിട്ട് കൈ കാണിച്ച്. അപ്പം എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. ഞാൻ ചെന്നപ്പോൾ വേണ്ടപ്പെട്ട ഒരാളാണ്. കണ്ട് സംസാരിച്ച് കുറേ നാൾ കൂടി. ഓക്കെ.
ഈ ആക്രമണം നടക്കുന്ന സമയത്ത് സമീപത്ത് തന്നെ പോലീസ് ഉണ്ടായിരുന്നു. പിന്നീടൊന്ന് പോയാൽ വല്ലാത്തൊരു നിഗൂഢത. ജീവനായുള്ള നിലവിളികൾ ഉയർന്നിടണം. ഓക്കെ വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ ആറ്റിൽ അത്യാവശ്യം വെള്ളം ഉണ്ട്. ആകാശം കുറച്ച് ഭാഗമൊക്കെ മൂടിക്കിടക്കുന്നുണ്ട്. പിന്നെ നല്ല വെള്ളമുണ്ട്. ഫുള്ളായിട്ടൊന്നും ഇല്ല. നികന്ന ഒഴുകുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമുണ്ട്. ഇവിടെ പോയിട്ടില്ല. പത്തനംതിട്ട ഭാഗമായിരിക്കുമല്ലോ ഇന്നും. റാന്നി പത്തനംതിട്ട. എന്നാ പിന്നെ താമസം അങ്ങോട്ടാക്കാൻ പറയാമോ? അങ്ങോട്ടാക്കേണ്ടി വരും. എനിക്ക് പത്തനംതിട്ട വീഡിയോ കയറുന്നുള്ളൂ. എന്നാ അവിടെ റൂം എടുത്തോലോ താമസിക്കുക. വാടകയ്ക്ക് ഒരു വീട് വരും. ഇപ്പാണ് എഴുതാ പണി കഴിഞ്ഞ്. ആ അതിനാ
എന്നും ഇങ്ങനെ ഈ സമയത്താണ് വരുന്നത്. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലാത്ത എൻ്റെ കുഴപ്പമാണ്. ഞാൻ ഭയങ്കര ബിസിയാ. രാവിലെ നേരം നോക്കണം ബോഡി ചെയ്തില്ല പോകുന്നത്. പണിയെടുക്കണ്ടേ? വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ പറയാം. പോരാ എഡിറ്റ് ചെയ്യുന്ന ആരാ? പിന്നെ ഒന്ന് എഡിറ്റ് ചെയ്ത് തരുമോ? ഓ ഭയങ്കര നാറ്റോമാരും കുറിച്ചില്ല. ഇതിന് മാത്രം വലിയ പാടാണെങ്കിൽ ഈ സമയത്ത് ഇത് അവിടെ കഴിഞ്ഞ് ചെയ്യാൻ വീട്ടിൽ ചെന്നിട്ട് വേണം അത് ചെയ്യാൻ. എന്നിട്ട് വേണം കയറി കിടക്കാൻ. രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെയും പോകണം. ചിലപ്പോൾ വൈകിട്ട് തീരെയല്ല. രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി പിന്നെ ഈ രാത്രി ഇനിയും കൂടുമെന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് വലിയ മഴയില്ലായിരുന്നല്ലോ. ഞാൻ അങ്ങോട്ട് പോയാലും വെള്ളമുണ്ട് ഇപ്പൊ. ആ വെള്ളം കൂടി. പക്ഷെ ആ ഏന്തേറളങ്ങായിട്ട് മഴ പെയ്യുന്ന. ആ ഒരു മഞ്ഞൊക്കെ ഉണ്ടല്ലോ. മഞ്ഞുണ്ട്. അവിടെ നിന്ന് മഞ്ഞ് അടിക്കുന്നുണ്ട്. ഓളോട് കഴിച്ചപ്പോൾ എന്നാ മഞ്ഞായിരിക്കും ഞാനത്. പിന്നെ മഞ്ഞായിരിക്കും. കുട എടുത്തേക്കാം. ചാറാൻ തുടങ്ങി. ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ ഇന്ന് ആ വണ്ടി പോകാനിരിക്കുക. എൻ്റെ കയ്യിൽ ഇന്ന് കുട ഇന്നും പോകണേ. അത് ഞാനെടുത്ത് വെച്ച് ആറന്മുള പോയായിരുന്നു ഞാൻ. വീട്ടിൽ കയറ്റിയല്ലേ നിങ്ങളെ കേട്ടോ? കുടയൊക്കെ വെച്ചിട്ട് അത് വീട്ടിൽ എനിക്ക് വേറെ ആൾക്കാർ മേടിക്കുന്ന കൂടെയാണ്. ആണോ? അത് പോകാനൊന്നുമല്ല. പോകാനാണെങ്കിൽ മേടിച്ചെന്ന് കൂടെയാ. 2000 രൂപ വന്നാ കുട മേടിക്കാൻ. ഓ ഞാൻ അതിനകത്ത് നിങ്ങളൊക്കെ എന്നാ യൂട്യൂബറാ? നിങ്ങൾക്കൊക്കെ കുട മേടിക്കാൻ വരെ 2000 രൂപ. നമ്മളൊക്കെ ആണ് ഉണ്ടല്ലോ. 2000 രൂപ എനിക്ക് കുട മേടിക്കേണ്ടത്. കുട പോയി എന്ന് പറഞ്ഞപ്പോ ആദ്യം പഠിച്ചിട്ട് കൂടെ പോയത് അത് പിന്നെ തിരുവല്ലായാലും ഒരു ഓട്ടോക്കാരൻ്റെ കയ്യിലായി പോയി. അവരെ പിന്നെ കണ്ടുപോലും. പക്ഷെ അതിലേന്ന് നോക്കിയപ്പോ ആ കുട പോയുള്ള പൈസ എനിക്ക് അവിടെ കിട്ടി. പക്ഷേ ഇപ്പൊ ഇടുക്കി വീഡിയോ അങ്ങോട്ട് കയറുന്നില്ല. എന്ത് ഇതാ ഉള്ളവന്മാര് മുമ്പ് ഇടുക്കി വന്നിട്ട് അറിഞ്ഞാൻ പറഞ്ഞ വീഡിയോ ആണ്. അങ്ങനല്ലേ? ഇടുക്കിന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പിന്നെ കുറച്ച് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. വെളിയിൽ ആൾക്കാരുള്ളതുകൊണ്ടാ പത്തനംതിട്ടക്കാർ ഒരുപാട് പേര് പുറത്തുള്ളതുകൊണ്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേര് അവരോരോ സ്ഥലം ഇങ്ങനെ പറഞ്ഞു തരും. ഇപ്പൊ എനിക്കൊരുത്തരം വേറെ കുറച്ച് സംഭവം ഇട്ട് വന്നിട്ടുണ്ട്. പത്തനംതിട്ട വെള്ളം കയറിയില്ലേ? അല്ല റാന്നിയില് ആ കാഴ്ച പുറത്ത് കുറെ അവന് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രോൺ ഷോട്ട് അടിക്കുന്നുണ്ട് കോഴഞ്ചേരിയിലെ പാലത്തിന്റെ പാലത്തിന്റെ. അത് ഇങ്ങനെ കലങ്ങി പോവാ പുഴ. അതെല്ലാം കൂടെ കൂടി അതെല്ലാം കൂടെ കെട്ടിയിട്ട് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതാ ഇവിടെ റാന്നിയിലൊരു യൂട്യൂബറുണ്ട് വേറെ. അവൻ്റെ ഡ്രോണുണ്ട്. ഇടുക്കിയിലുള്ളവന്മാരുടെ ഡ്രോണുണ്ട്. ഇന്നാളൊരു എൻ്റെ അടുത്തോടെ വന്നിട്ട് അവന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കും. ഈ ഇവരുണ്ടല്ലോ റാന്നിക്കാരൻ ആ ഡ്രോൺ എടുത്ത് എൻ്റെ കയ്യിലോട്ട് വരും. ചേട്ടന് പറപ്പിച്ചാട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നാലും നോക്കാൻ പറയും. അപ്പം മഴ പെയ്യല്ലോ ഇപ്പൊ ശരിയായിരിക്കും. ആണ് അവിടെ ഉള്ളവർക്ക് പള്ളാണ്. ഇവന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല. എവിടെയാ നിന്ന് പണി? ആലപ്പുള്ളി. അങ്ങോട്ട് ഇപ്പൊ ഇല്ലേ കുട്ടിക്കാനും ഇല്ല പരിപാടി? കുട്ടിക്കാനും ഇപ്പൊ കൊറേ ആയി. അതോ? നല്ല മഴ പെയ്യാൻ ഇവിടെ തന്നെയാണല്ലോ അല്ലേ? അവിടെ തണുപ്പോ? എനിക്ക് അവിടെ തണുപ്പാണെങ്കിലും അവിടെ ഒരു രസമുണ്ട്. എല്ലാം കണക്കാ. കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ തന്നെ നിൽക്കാൻ തോന്നും. പിന്നെ അങ്ങോട്ടേലും മാറ്റുമ്പോഴാണ് ഒരു ഇത്. പിന്നെ അവിടെ നിന്ന് കഴിയുമ്പോൾ അവിടെ ഓക്കെ. 2 ദിവസം പോയി കഴിയുമ്പോൾ അവിടെ ആയിട്ട് തെറ്റാണ്. ആദ്യമേ ഒരു സ്ഥലത്ത് കുറേ ദിവസം നിന്നിട്ട് പിന്നെ അവിടുന്ന് മാറ്റുമ്പം വേറൊരിടത്തോട്ട് മാറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്തോ ഒരു ഇതാണ്. പിന്നെ കുഴപ്പമില്ല. എത്രയായിരുന്നു അത്? അത്രയും കണ്ടാന്ന് 10 മറ്റൊരു വീഡിയോ അരുണിന്റെ കയറി വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ മഴ എനിക്കെന്താന്ന് വെച്ചാൽ ഈ മറ്റേ ക്യാമറ കംപ്ലൈന്റ് ആയി. ഇതിന്റെ മറ്റേ 2 ഇല്ലായിരുന്നോ? 2ന്റെ ഈ ജിമ്പിൽ കംപ്ലൈന്റ് ആയിട്ട് സൗണ്ട് കുറവാ. അഡീഷണൽ മൈക്ക് കുത്തിയാൽ മാത്രമേ സൗണ്ട് കിട്ടുള്ളൂ. അത് നമുക്ക് നോക്കാം. എന്നെ അത് ഞാൻ നോക്കട്ടെ വെച്ച് അങ്ങനെ ഞാൻ മൈക്ക് കുത്തിയാ പറയുന്നത്. മൈക്ക് കുത്തിയിട്ട് എങ്ങനെ അതിന് മൈക്കാ? മറ്റേ മൈക്കോ? ഞാൻ എൻ്റെ അടുത്ത് കുറഞ്ഞ മൈക്ക് ഇരിപ്പുണ്ട്. മറ്റേ സി ടൈപ്പ് ചാർജർ പോർട്ടിനകത്ത് കുത്തിയാൽ മതി. അങ്ങനെ അവിടെ മൈക്കിന്റെ ചിഹ്നം കാണിക്കും. അതിൽ കൂടെ പറയാനേ പറ്റുള്ളൂ. ഞാനിപ്പോ ഇത് അതെന്നാലും ചെയ്യാം. ഇതിപ്പോ ഞാനേ അതുകൊണ്ട് ഉള്ളത് കളയണ്ടല്ലോ. ഉള്ളതേ കളയേണ്ട ആവശ്യമില്ലല്ലോ. അതിലിപ്പോ ഒരു സെക്കൻഡ് ഫോൺ നല്ലൊരു ഫോൺ വേറെ നമ്മുടെ ഒരു ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് കിട്ടും. എവിടെയാണെന്നറിയാം വലിയ കുഴപ്പമില്ല. കൊടുത്താൽ കിട്ടും. അതാണ് വൺപ്ലസ് ഓർക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അത് വെച്ചെടുത്താൽ നല്ല വിഷയമില്ല. നോക്കട്ടെ പറഞ്ഞല്ലോ. നോക്കാം. അത് കിട്ടുന്നത് നല്ല വിഷയം. എൻ്റെ അടുത്തുണ്ടായിരുന്നു. മറ്റേ ഐഫോണിൻ്റെ ഒപ്പം കിട്ടുമത്. ആണോ? ഐഫോണ് എന്നാ വിലയാവും? ചെറിയ വിലക്കൊന്നും കിട്ടത്തില്ല. ഭയങ്കര വില. ഇപ്പോൾ എല്ലാം പറഞ്ഞത് 12-13 കിലോ എടുക്കുന്നുണ്ട്. 12 20 രൂപ 15 രൂപ വരെയാണ്. 128. പിന്നെ 13 25 രൂപ കിലോ.
ക്വാളിറ്റിയുടെ എളുപ്പമുണ്ട്. അതെ അങ്ങനെ എഡിറ്റ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അതിൻ്റെ അറ്റം നമ്മൾ കട്ട് ചെയ്താൽ അവിടെ സൗണ്ടും തോന്നുന്നില്ല. അത് നമ്മൾ കട്ട് ചെയ്യുന്ന അവിടെ തന്നെ അന്നാലും തന്നെ ഒരു സ്ലോ മോഷനായിട്ട് വരും. അതിന് ഗുണമുണ്ട് അതിന്. ആയിക്കോട്ടെ. അതായിരിക്കും ഈ മൈക്കിൻ്റെ ഇതിന് പുറകെ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് വേറെ ഒരു സാധനം എന്തായാലും നോക്കാം. എന്തായാലും ആട്ടെ, കുറച്ച് ദിവസത്തിനുള്ളിൽ നോക്കണം. ഒന്നെങ്കിൽ OnePlus എടുക്കാം, അല്ലെങ്കിൽ ഐഫോൺ എടുക്കും. OnePlus ആണെങ്കിൽ ഒരു 10-12 രൂപ എടുത്ത് കിട്ടും. 128. ഇപ്പൊ ഇതിന്റെയൊക്കെ കടം കിടക്കും, അതെല്ലാം ഒന്ന് റെഡി ആകട്ടെ. ഓക്കെ ആയോ ചാർജർ? സോളാറിന്റെ അത് കുഴപ്പമില്ല, കയറുന്നുണ്ടല്ലോ. ഞാൻ ഇന്നലെ കൊണ്ടുപോയി അവിടെ അനുലാസം. അത് മറ്റേ ചെറിയ MBPT ആണ്. 6000 രൂപയുടെ. ശരിയാണോ? ഇരുട്ടായി. അതൊക്കെ പോട്ടെ. എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം. അതായത് നമുക്കൊരാളോട് ഭയങ്കര ഇഷ്ടമായിരുന്നിട്ട് എന്ന് വെച്ചാൽ ഒന്നിനും വേണ്ടിയല്ല, വെറുതെ നിസ്വാർത്ഥമായ ഒരു സ്നേഹം. അങ്ങനെ ഒരാളുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള അടുപ്പത്തിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഇയാൾ മാറി അങ്ങ് പോകണമെന്ന് വിചാരിക്കുക. നമ്മളായിട്ടല്ലാതെ അവരങ്ങ് പോകണം, നമ്മളെ അവരുടെ അടുത്തു നിന്നുള്ള അടുപ്പം ഇല്ലാതാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുക. എന്നിട്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് പോകാമല്ലോ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം, അവർ ഇഷ്ടമുള്ളവരെ പോവാം. പക്ഷെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സാധനം പോകാതിരിക്കുക. ഇത് ഏകദേശം 1 മാസം 2 മാസമൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് ഇത് ഒരു തരത്തിൽ ഈ ഒരു ഫീല് മാറ്റിയെടുക്കുകയെന്ന് വിചാരിക്കുക. എന്നിട്ട് പിന്നെ ഒരു 3-4 വർഷമൊക്കെ എടുക്കുക. പിന്നീടുള്ള 3-4 വർഷത്തിന് ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് ഇതാ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഫീലിംഗ് പോലെ തന്നെയുള്ള ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുക. ഛർദ്ദിക്കാൻ വന്നിട്ട് നമുക്ക് ഛർദ്ദിക്കാനും പറ്റുന്നില്ല, എന്നാൽ ഇത് വിഴുങ്ങാനും പറ്റുന്നില്ല എന്നൊരവസ്ഥ ഉണ്ടല്ലോ. ഛർദ്ദിച്ച് വന്നാലല്ലേ വിഴുങ്ങാനോ ഛർദ്ദിക്കാനോ പറ്റും. ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വിങ്ങുകയല്ലേ. അങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചില ദിവസങ്ങളിലോ ചില ആഴ്ചകളിലോ ഒക്കെ രാവിലെ ചിലപ്പോൾ 2-3 ദിവസം അങ്ങനെയൊക്കെ 3-4 വർഷം കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്, അങ്ങനത്തെ അവസ്ഥയൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവുമോ? അതും ഇതെനിക്ക് മാത്രമേ ഉള്ളൂ. നമുക്കത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നില്ല. നമ്മളത് ആ സംഭവമേ വിട്ട കേസാണ്. പക്ഷേ ഇത് നമ്മളെ ഇങ്ങനെ വന്നിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പോകുന്നില്ല മനസ്സിൽ നിന്ന്. അതെന്തോ ഒരവസ്ഥയാണ്. ഒരു 2-3 ദിവസം മുമ്പും ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടൊരു മാതിരി ഞാനിതിങ്ങനെ മനഃപൂർവ്വം ഞാനിങ്ങനെ പോകാൻ വേണ്ടി എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് കേൾക്കുന്നില്ല. ഞാൻ എന്തോ ചെയ്യാനാ? എനിക്കാണെങ്കിൽ സങ്കടമാണോ ദേഷ്യമാണോ എന്തൊക്കെയോ വരുക. ഞാൻ മുണ്ടക്കത്ത് കടയിൽ കയറിയായിരുന്നേ. അപ്പോൾ ആ കടയിലെ ബംഗാളി ഒരു പയ്യനുണ്ടല്ലോ, അവന് ബംഗാളിയല്ല, അവനേതോ ഹിന്ദി പറയുന്ന അവന് പറഞ്ഞ് ശ്യാമളമ്മ വന്നിട്ടുണ്ടെന്ന്. 2 പേരും കൂടെ വന്നായിരുന്നു പറഞ്ഞു അവിടെ. പക്ഷെ ജയ എന്നെ ഫോൺ വിളിച്ചിട്ട് മീനൊക്കെ മേടിച്ചിട്ടുണ്ട്, എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, പാലൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശ്യാമളമ്മ ഒന്നും എന്നോട് പറഞ്ഞില്ല. കാരണം ഞാൻ അറിയാൻ വഴിയില്ലല്ലോ. അപ്പം ഞാൻ അറിയത്തില്ലെന്ന് ഓർത്ത് പറയാൻ. പക്ഷെ ഞാൻ മുണ്ടക്കത്ത് വന്നപ്പോഴേ അറിഞ്ഞു. ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വീഡിയോ ഒക്കെ കുറച്ച് പാടാണ്. ഞാൻ എന്നാ ചെയ്യാൻ? അതും കൂടി ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ പോകത്തില്ലെന്ന് തോന്നുന്നു. ശ്യാമള പറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ശരി, അച്ചാച്ചനോട് പറഞ്ഞാൽ ഈ പൊക്കം അവന്റെ വീട്ടിലോ മകളുടെ വീട്ടിലോ പൊക്കോന്ന് ഇവിടെ കണ്ടു കൈ കിട്ടാൻ വേണ്ടി പാവല്ലേ. പോട്ടെ, ക്ഷമിക്കും. 2 ദിവസം നിർത്ത്. ഇഷ്ടം അങ്ങനെ ഇറക്കി വിട്ടു. എനിക്കങ്ങനെ ഒന്നുമില്ല. അല്ല, അങ്ങനെ പറയാം. ആരും പറഞ്ഞു ക്ഷമിക്കേ, സാരമില്ല, പോട്ടെ, 2 ദിവസം നിന്നിട്ട് പോട്ടെ. എന്നാ വരാജേ, ഞാൻ രക്ഷപ്പെട്ടാണല്ലോ അല്ലേ? ഞാൻ വിഷമം. അതെ,
ശ്യാമള ചെല്ലുമ്പോ ജയിന് വിഷമം ഇപ്പൊ സന്തോഷമായിരിക്കും. ഇപ്പൊ വിളിച്ചു ചോദിക്കും. ഇപ്പൊ വീഡിയോ വിളിച്ചു ചോദിക്കും. എവിടെ ഞാൻ പോട്ടെ. അതെ, ഞാൻ ഈ കുട ആയിരുന്നില്ല തന്നത്, വേറൊരു കുട എടുത്ത് തന്നിട്ട് ഇത് കൊണ്ട് പോകാൻ ആര് പറഞ്ഞു? ഇതെന്റെ കുടയല്ലേ? ഇത് നീ തന്നാ എനിക്ക്. മറ്റേ എന്റെ കൂടെ ഇത് നീ തന്നാ. അമ്മേടെ കൂടെ കൊണ്ട് നീ നീ പോയത്? എടുത്ത് തന്നത്. അല്ല, എടുത്തു തന്ന ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് നിന്റെ കൂടെ, മറ്റേത് എന്റെ കൂടെ. ബായി വെക്കാൻ സ്ഥലം വേണ്ട. ഞാൻ കുടയൊന്നും ചൂടിയല്ലായിരുന്നല്ലോ സാറ്. കുട കൊണ്ടുപോകാൻ പറയുമ്പോഴത്തേനും മറ്റവളൊക്കെ ഉണ്ടായിരുന്നു. ആരെ? മറ്റേ ഏത് മറ്റേ? അവളെ. എവളെ? അവള് വണ്ടിയായിട്ട് അതിൽ കൂടെ പോയിരുന്നു. എവള്? എവള്? അതിൽ കൂടെ കാറുമായിട്ട് ആരാ വരാൻ സാധ്യതയുള്ളത്? എവിടെയാ പണി? എവിടെയായിരുന്നു? ഓഫ് ചെയ്യട്ടെ, ഓഫ് ചെയ്യട്ടെ, ഓഫ് ചെയ്യാം. അല്ല, എനിക്ക് പറയാനുണ്ട് കുറച്ച്. ഓഫ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്നേ എന്റെ സ്പേസാ. ഒരെണ്ണത്തിന് അവിടെ വരുത്തില്ല. അവന്റെ കടലേക്ക് വേറൊരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ മേടിക്കാം. കാൽപ്പള്ളിന്നോ അറിയാം. പണ്ട് ഞങ്ങൾ അതിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ കടക്ക ഇപ്പം മറ്റേ ഓർക്കുന്നുണ്ടോ? തൊണ്ടുള്ള കടല നമ്മൾ കൊണ്ടുവരിക ഇടയ്ക്ക് ഭാഗത്ത്. അതിവനായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അവിടെ വേറെ ആരും അത് കൊണ്ടിരുത്തില്ലായിരുന്നു അന്ന്. വേട്ടക്കള്ളയാണോ? അന്ന് അവൻ കുരിശിങ്ങനെ ഒരെണ്ണം കൂടെ മേടിച്ചോണ്ട് വരത്തില്ലേ? 10 രൂപ കേസല്ലേ ഉള്ളൂ. ഞാൻ അറിഞ്ഞു ഇവിടെ ഒത്തിരി പേരുണ്ടെന്ന്. ഞങ്ങളോട് ഒരാളല്ലേ കൂടെ ഉള്ളൂ. ശ്യാമനാണെന്ന് എന്നോട് ബംഗാളിയാ പറഞ്ഞ. ബംഗാളിയോ? ധനായില് പറഞ്ഞോ? എന്താ പറഞ്ഞേ? നമ്മളോടൊന്നും എങ്ങനെ ബംഗാളി പറഞ്ഞു? ഇത് അമ്മയും മോളും കൂടെ വന്നായിരുന്നു. അവൻ ഞങ്ങളുണ്ടോ ആയിക്കൂടെ? ഞാനും ഓ നിന്റെ അമ്മ അല്ല എന്നോട് അവന് ഞാൻ ഞാനിപ്പോ ഇത് മേടിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു മേടിച്ചോണ്ട് പോയെന്ന്. എന്നതാ മറ്റേ സാധനമൊക്കെ. വേറെ ഒന്നും ഞാൻ മേടിച്ചില്ല ഇവിടുന്ന്. ഇല്ലേ? കപ്പയൊന്നും മേടിച്ചില്ലേ? ഒന്നും മേടിച്ചില്ല. പിന്നെ എത്ര കയറിയേ? എന്നാന്നോ? ഓ, ഇത് മേടിക്കാനായിട്ട് സൺഫ്ലവർ ഓയില്. സൺഫ്ലവർ മേടിച്ചേ? ആ, അത് ഇവിടെ എണ്ണ വന്നിട്ടില്ല. മറ്റേ വെള്ളപ്പൊക്കം അങ്ങോട്ട് വലിയ വണ്ടി മാത്രമേ ആ ഭാഗത്ത് എന്തോ അവർ എടുക്കുന്നതും എടുത്തുള്ളൂ. ഇത് ചെറിയതല്ലേ ഉള്ളൂ, അങ്ങോട്ട് പോകുന്നില്ല. കായപ്പള്ളി പോയി മേടിക്കാൻ എടുത്തു. എല്ലായിടത്തും ആയിരിക്കുമല്ലോ, ഒരുമിച്ചല്ലേ ഇവരെല്ലാം എടുക്കുന്നതാ. അവസാനം സൺഫ്ലവർ ഒരു 1 കിലോ മേടിക്കാൻ വേണ്ടി പോയതാ. കഴിക്കുന്ന കാശ് പോയി കേട്ടോ. വൈസാന്നേക്കണം.